ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ കേരള സന്ദർശനം പുരോഗമിക്കുന്നു. എറണാകുളം സെന്റ് തെരേസാസ് കോളേജിലെ ജൂബിലി ആഘോഷങ്ങളിൽ ഇന്ന് പങ്കെടുക്കും. റോസ്ഗാർ മേളയുടെ 17ാം പതിപ്പ് ഇന്ന്. 51,000-ത്തിലധികം ഉദ്യോഗാർത്ഥികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിയമന പത്രങ്ങൾ വിതരണം ചെയ്യും. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള പ്രചാരണം ഊർജിതം. 2ാം ഘട്ടത്തിലേക്കുള്ള നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിച്ചു. സായുധ സേനകളുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി 79,000 കോടി രൂപയുടെ പദ്ധതികൾക്ക് ഡിഫൻസ് അക്വിസിഷൻ കൌൺസിലിൽ അംഗീകാരം നൽകി. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ICC വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ ന്യൂസിലാൻഡിനെ തകർത്ത് ഇന്ത്യ സെമിയിൽ. സാഫ് ഗെയിംസിന് ഇന്ന് റാഞ്ചിയിൽ തുടക്കം. വാർത്തകൾ വിശദമായി. അറിവ് ആർജിക്കുന്നതിലൂടെ നവീകരണം സാധ്യമാകുമെന്നും അത് സമൂഹത്തെ മുന്നോട്ട് നയിക്കുമെന്നും രാഷ്ട്രപതി ദ്രൗപദി മുർമു. പാലാ സെന്റ് തോമസ് കോളേജിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ സമാപന പരിപാടിയിൽ മുഖ്യാതിഥിയായി സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി. സാക്ഷരത, വിദ്യാഭ്യാസം, വിജ്ഞാനം എന്നിവയുടെ ശക്തിയാണ് മാനവ വികസന സൂചികയിൽ കേരളത്തെ മുൻനിര സംസ്ഥാനങ്ങളിൽ ഒന്നാക്കി മാറ്റിയതെന്നും രാഷ്ട്രപതി പറഞ്ഞു. 2 വർഷം നീളുന്ന ശ്രീനാരായണ ഗുരു സമാധി ശതാബ്ദി ആചരണത്തിന്റെ ഉദ്ഘാടനവും രാഷ്ട്രപതി ശിവഗിരിയിൽ നിർവഹിച്ചു. ജാതി മത വർഗ ഭേദങ്ങൾക്ക് ഉപരിയായ ദർശനങ്ങൾ ആണ് ശ്രീനാരായണ ഗുരു പകർന്നു തന്നതെന്ന് രാഷ്ട്രപതി പറഞ്ഞു. ഇന്നലെ തിരുവനന്തപുരത്ത് രാജ്ഭവനിൽ മുൻ രാഷ്ട്രപതി KR നാരായണന്റെ അർദ്ധകായ പ്രതിമ രാഷ്ട്രപതി ദ്രൗപദി മുർമു അനാച്ഛാദനം ചെയ്തു. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്നു രാവിലെ കോട്ടയത്തു നിന്നും കൊച്ചിയിലേക്ക് തിരിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി. ഇന്നലെ വൈകിട്ട് പാലാ സെന്റ് തോമസ് കോളേജിലെ ജൂബിലി ആഘോഷങ്ങളിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത ശേഷം കുമരകത്ത് തങ്ങുന്ന രാഷ്ട്രപതി ദ്രൗപദി മുർമു രാവിലെ 10 മണിയോടെ കുമരകത്ത് നിന്ന് കോട്ടയം പോലീസ് ഗ്രൗണ്ടിലെ ഹെലിപ്പാഡിലേക്ക് തിരിക്കും. അവിടെ നിന്ന് 10:30 കൊച്ചിയിലേക്ക് പോകുന്ന രാഷ്ട്രപതി എറണാകുളം സെന്റ് തെരേസാസ് കോളേജിലെ ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കും. ഇന്ന് രാവിലെയും കോട്ടയം നഗരത്തിൽ ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്കൂളുകൾ രാവിലെ 8:30 മണിക്ക് മുൻപ് തന്നെ പ്രവർത്തനം ആരംഭിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. രാഷ്ട്രപതിയുടെ കൊച്ചി സന്ദർശനത്തോടനുബന്ധിച്ച് ഇന്ന് രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറേറ്റ് പരിധിയിൽ ഗതാഗത നിയന്ത്രണവും ഡ്രോൺ പറത്തുന്നതിന് നിയന്ത്രണവും ഏർപ്പെടുത്തി. VVIP വാഹന വ്യൂഹം കടന്നുപോകുന്ന വഴിയിൽ ഗതാഗത തടസ്സം ഉണ്ടാക്കുന്ന രീതിയിലുള്ള വാഹന പാർക്കിംഗ് പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. റോസ്ഗർ മേളയുടെ 17ാം പതിപ്പ് ഇന്ന്. 51,000-ത്തിലധികം ഉദ്യോഗാർത്ഥികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിയമന പത്രങ്ങൾ വിതരണം ചെയ്യും. രാജ്യത്തുടനീളമുള്ള 40 ഇടങ്ങളിലായാണ് മേള നടക്കുന്നത്. ചെന്നൈയിൽ നടക്കുന്ന റോസ്ഗർ മേളയിൽ കേന്ദ്രമന്ത്രിമാരായ L. മുരുകൻ, പ്രതാപ് റാവു ജാദവ്, പങ്കജ് ചൌധരി തുടങ്ങിയവർ നിയമന ഉത്തരവുകൾ കൈമാറും. കേരളത്തിൽ തിരുവനന്തപുരത്ത് നടക്കുന്ന പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യനും കോഴിക്കോട് നടക്കുന്ന മേളയിൽ കേന്ദ്ര റെയിൽവേ സഹമന്ത്രി V. സോമണ്ണയും സംബന്ധിക്കും. ബീഹാറിൽ 2ാം ഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം ഇന്നലെ അവസാനിച്ചു. ആദ്യഘട്ട വോട്ടെടുപ്പ് അടുത്ത മാസം 6-നും 2ാം ഘട്ടം 11-നും നടക്കും. നവംബർ 14-ലാണ് വോട്ടെണ്ണൽ. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രചാരണം ഊർജിതമായി പുരോഗമിക്കുകയാണ്. BJP ദേശീയ അധ്യക്ഷൻ JP നഡ്ഡ ഇന്നലെ ഔറംഗാബാദ് ജില്ലയിൽ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്തു. അതേസമയം ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ RJD നേതാവ് തേജസ്വി പ്രസാദ് യാദവിനെ മഹാസഖ്യം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. രാജ്യം അതിവേഗം വികസിക്കുന്നതായും ഈ വികസനയാത്രയിൽ ബീഹാർ തോളോട് തോൾ ചേർന്ന് മുന്നേറുന്നതായും പ്രധാനമന്ത്രിയും BJP മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി. മേരാ ബൂത്ത് സബ്സെ മസ്ബൂത്ത് പരിപാടിയുടെ ഭാഗമായി BJP NDA പ്രവർത്തകരെ വിർച്വലായി അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ബീഹാർ സർക്കാർ കേന്ദ്രത്തെ പോലെ തന്നെ സ്ഥിരതയുള്ളതാണെന്നും ശ്രീ മോദി പറഞ്ഞു. സായുധ സേനകളുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി 79,000 കോടിയോളം രൂപയുടെ പദ്ധതികൾക്ക് ഡിഫൻസ് അക്വിസിഷൻ കൌൺസിലിൽ അംഗീകാരം നൽകി. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. നാഗ് മിസൈൽ ഉൾപ്പെടെയുള്ളവയും വാഹനങ്ങളും വാങ്ങുന്നതിനുള്ള സൈന്യത്തിന്റെ ആവശ്യം അംഗീകരിച്ചതായി പ്രതിരോധ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. ഡിഫൻസ് പ്രൊക്യൂർമെന്റ് മാനുവൽ 2025 രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ന്യൂഡൽഹിയിൽ പുറത്തിറക്കി. പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള സ്ഥാപനങ്ങൾക്ക് 1,00,000 കോടി രൂപയുടെ വരുമാന സംഭരണം സുഗമമാക്കാൻ ലക്ഷ്യമിട്ടുള്ള DPM അടുത്ത മാസം 1 മുതൽ പ്രാബല്യത്തിൽ വരും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. റെയിൽവേ സ്റ്റേഷനുകളിലെ ഉത്സവ തിരക്ക് നിരീക്ഷിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനുമായി രാജ്യത്തുടനീളം 3 തലങ്ങളിലുള്ള വാർ റൂമുകൾ സജ്ജമാക്കിയിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ഛാട്ട് ഉത്സവത്തിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ കേന്ദ്രമന്ത്രി വിലയിരുത്തി. എല്ലാ പ്രധാന സ്റ്റേഷനുകളിലും ഒരു മിനി കൺട്രോൾ റൂം സ്ഥാപിച്ചിട്ടുണ്ടെന്നും ശ്രീ അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. एक वॉर रूम ऑपरेशनल होता है डिवीजन लेवल पे, दूसरा जोनल लेवल पे और तीसरा रेलवे बोर्ड के लेवल पे. रेलवे बोर्ड के लेवल पे डिवीजन और जोन का फीड भी यहाँ पर आता है. साथ ही साथ हर बड़े स्टेशन पे एक मिनी कंट्रोल रूम भी बनाया गया है. इस पूरी व्यवस्था से देश भर में हर स्टेशन की क्या पोजीशन है, कहाँ पे एक्स्ट्रा गाड़ियां चाहिए, किस तरह की प्रॉब्लम्स आ रही है, वो एक कोऑर्डिनेटेड वे में चल पा रहा है. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 127ാം പതിപ്പ് ഈ മാസം 26-ന്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഇന്നുവരെ പങ്കുവയ്ക്കാം. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം മുതൽ കാസർഗോഡ് വരെ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഇന്ത്യ ICC വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് സെമിയിൽ പ്രവേശിച്ചു. ഇന്നലെ മുംബൈയിൽ നടന്ന കളിയിൽ ന്യൂസിലൻഡിനെ 53 റൺസിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ സെമി ഫൈനലിലേക്ക് കുതിച്ചത്. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ മഴ കളി തടസ്സപ്പെടുത്തിയതിനാൽ 49 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 340 റൺസ് നേടി. ഡക്വർത്ത് ലൂയിസ് മഴ നിയമപ്രകാരം 44 ഓവറിൽ 325 എന്ന പുതുക്കിയ ലക്ഷ്യം പിന്തുടർന്ന ന്യൂസിലാൻഡിന് നിശ്ചിത ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 271 റൺസ് നേടാനേ കഴിഞ്ഞുള്ളൂ. സാഫ് ഗെയിംസിന് റാഞ്ചിയിലെ ബിർസ മുണ്ട സ്റ്റേഡിയത്തിൽ ഇന്ന് തുടക്കമാകും. 15 വർഷത്തെ ഇടവേളയ്ക്കു ശേഷമാണ് സാഫ് ഗെയിംസിന് ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്നത്. ഇന്ത്യ, ശ്രീലങ്ക, ബംഗ്ലാദേശ്, നേപ്പാൾ, ഭൂട്ടാൻ, മാലദ്വീപ് എന്നിവയുൾപ്പെടെ 6 രാജ്യങ്ങളിൽ നിന്നുള്ള ആകെ 206 അത്ലറ്റുകൾ 37 ഇനങ്ങളിലായി മത്സരിക്കും. ക്ഷണിച്ചിട്ടുണ്ടെങ്കിലും പാകിസ്ഥാൻ പങ്കെടുക്കുന്നില്ല. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ തിരുവനന്തപുരം ജില്ല കുതിപ്പ് തുടരുന്നു. 109 സ്വർണം, 81 വെള്ളി, 110 വെങ്കലം ഉൾപ്പെടെ 968 പോയിന്റുമായാണ് തലസ്ഥാന ജില്ല 1ാം സ്ഥാനത്ത് തുടരുന്നത്. 454 പോയിന്റുമായി തൃശൂർ രണ്ടാമതും 426 പോയിന്റുമായി കണ്ണൂർ മൂന്നാമതുമാണ്. അത്ലറ്റിക്സിൽ 10 ഇനങ്ങൾ പൂർത്തിയായപ്പോൾ 38 പോയിന്റോടെ പാലക്കാട് ആണ് ഒന്നാമത്. ആന്ധ്രാപ്രദേശിലെ കർണൂലിൽ സ്വകാര്യ ബസിന് തീപിടിച്ച് 25ഓളം പേർ മരിച്ചതായി റിപ്പോർട്ട്. ഹൈദരാബാദിൽ നിന്നും ബംഗളൂരുവിലേക്ക് പോവുകയായിരുന്ന ബസ്സിലാണ് ഇന്ന് പുലർച്ചെ തീപിടിച്ചത്. ഏകദേശം 42 പേർ ബസ്സിലുണ്ടായിരുന്നു. അപകടത്തിൽ ബസ് പൂർണ്ണമായും കത്തിനശിച്ചു. പരിക്കേറ്റ യാത്രക്കാരെ ആശുപത്രിയിലേക്ക് മാറ്റി. രാജ്യത്ത് നിലവിൽ വന്ന GST പരിഷ്കരണങ്ങൾ കാർഷിക മേഖലയ്ക്ക് ഏറെ ഗുണകരമാകുന്നതായി കേന്ദ്ര സർക്കാർ. വിവിധ കാർഷിക ഉപകരണങ്ങളുടെ GST 12-ൽ നിന്നും 5% കുറച്ചത് കർഷകർക്ക് ആശ്വാസമേകുന്നു. ജൈവ കീടനാശിനികൾ, വളങ്ങൾ എന്നിവയുടെ GST നിരക്കും കുറച്ചിട്ടുണ്ട്. ഇന്ത്യ ഭൂട്ടാൻ ഉഭയകക്ഷി സുരക്ഷയും രാജ്യ അതിർത്തിയുടെ സുഗമമായ പ്രവർത്തനങ്ങളും സംബന്ധിച്ച 14ാമത് ഇന്ത്യ ഭൂട്ടാൻ യോഗം ഭൂട്ടാൻ തലസ്ഥാനമായ തിംഫുവിൽ നടന്നു. മൊബൈൽ സിഗ്നൽ ചോർച്ച, സംയോജിത ചെക്ക് പോസ്റ്റുകൾക്കായുള്ള രൂപരേഖ, അതിർത്തി സ്തംഭങ്ങളുടെ അറ്റകുറ്റപ്പണി, അതിർത്തി കടന്നുള്ള നീക്കം എന്നിവയുൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇരു രാജ്യങ്ങളും യോഗത്തിൽ അവലോകനം ചെയ്തു. റഷ്യൻ എണ്ണ വ്യവസായത്തിന്മേലുള്ള അമേരിക്ക പ്രഖ്യാപിച്ച പുതിയ ഉപരോധങ്ങൾ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളെ പ്രതികൂലമായി ബാധിക്കുമെന്ന് റഷ്യ. ഉപരോധം നേരിടാൻ റഷ്യ ശക്തമായ നടപടികൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ടെന്നും അത്തരം നടപടികൾ റഷ്യയേക്കാൾ ആഗോള സമ്പദ് വ്യവസ്ഥയെയാണ് ദോഷകരമായി ബാധിക്കുകയെന്നും റഷ്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മരിയ സഖാരോവ് പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ കേരള സന്ദർശനം പുരോഗമിക്കുന്നു. എറണാകുളം സെന്റ് തെരേസാസ് കോളേജിലെ ജൂബിലി ആഘോഷങ്ങളിൽ ഇന്ന് പങ്കെടുക്കും. റോസ്ഗർ മേളയുടെ 17ാം പതിപ്പ് ഇന്ന്. 51,000-ത്തിലധികം ഉദ്യോഗാർത്ഥികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിയമന പത്രങ്ങൾ വിതരണം ചെയ്യും. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള പ്രചാരണം ഊർജിതം. 2ാം ഘട്ടത്തിലേക്കുള്ള നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിച്ചു. സായുധ സേനകളുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി 79,000 കോടി രൂപയുടെ പദ്ധതികൾക്ക് ഡിഫൻസ് അക്വിസിഷൻ കൌൺസിലിൽ അംഗീകാരം. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ICC വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ ന്യൂസിലാൻഡിനെ തകർത്ത് ഇന്ത്യ സെമിയിൽ. സാഫ് ഗെയിംസിന് ഇന്ന് റാഞ്ചിയിൽ തുടക്കം.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.